ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ പാർട്ട് 2 സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഡാറ്റ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതില് നമ്മൾക്ക് പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോൺ ഇന്റർവ്യൂ, മെയിൽ ക്വസ്റ്റ്യനെയർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ആൻഡ് ദെൻ ആഫ്റ്റർ കളക്ടിങ് ദ ഡാറ്റ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു പ്രസന്റ് ദ ഡാറ്റ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ എന്നാണ്. അതായത് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് ഏതാണ് ചെയ്യേണ്ടത്? ഡാറ്റ പ്രസന്റ് ചെയ്യണം. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് 3 മെത്തേഡ്സിലാണ്. മെത്തേഡ്സ് ഓഫ് പ്രസന്റിംഗ് ഡാറ്റ. ഫസ്റ്റ് വൺ, ഡാറ്റ പ്രസന്റഡ് ഇൻ ടെക്സ്റ്റ് ഫോം എന്നാണ്. ടെക്സ്റ്റ് ഫോം ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതാണ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ. ടെക്സ്റ്റൽ പ്രസന്റേഷൻ. അപ്പം അവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡാറ്റ അവതരിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ രണ്ടാമത്തെ രീതി എന്താണെന്നറിയോ? ടാബുലർ പ്രസന്റേഷൻ ആണ്. ഡാറ്റാസ് ആർ പ്രസന്റഡ് ഇൻ ടേബിൾ ഫോം. ദിസ് ഡാറ്റാസ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. വരിയും നിരയുമായിട്ട് ഡാറ്റ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ റോസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്സ്, റോസ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഇനി കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഇവിടെ ഒരു ഡാറ്റ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഇവിടെ നമുക്ക് റൂറൽ പോപ്പുലേഷൻ, അതുപോലെ അർബൻ പോപ്പുലേഷൻ, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് 2 കള്ളികളിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടാബുലർ പ്രസന്റേഷൻ ആണ്. അപ്പൊ ടേബിൾ ഫോമിലാണ് ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ റോസും കോളമായിട്ടാണ് ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ടാബുലർ പ്രസന്റേഷൻ ആണ്. ഇനി ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 4 രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തത് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, നാലാമത്തത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഡാറ്റാസ് ആർ പ്രസന്റഡ് ഓൺ സം അട്രിബ്യൂട്ട്സ് ഓർ ക്വാളിറ്റീസ് ആണെങ്കിൽ അവിടെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ലൈക്ക് സെക്സ്, റിലീജിയൻ, നാഷണാലിറ്റി, ലിറ്ററസി പോലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് ഒരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്നാൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹൈറ്റ്, വെയിറ്റ്, അതേപോലെ മാർക്സ്, ഇതൊക്കെ മെഷർ ചെയ്യാം. നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് പ്രകാരം നമുക്ക് ഡാറ്റ അളക്കാൻ പറ്റുന്നതാണ്. And this classification is based on some quantities ആണ്. And the third one, that is a temporal classification. Then in this, data are arranged on the basis of time. ടൈമിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്നാ പറയുന്നത്. എന്നാൽ നാലാമത്തെ രീതി, that is the spatial classification, then the data are arranged on the basis of place ആണ്. സ്ഥലത്തിനെ അടിസ്ഥാനമാക്കി ഡാറ്റനെ അറേഞ്ച് ചെയ്യുന്നു. നേഷൻ വൈസോ സ്റ്റേറ്റ് വൈസോ എന്നൊക്കെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാണ്. അത് ആ ക്ലാസിഫിക്കേഷന്റെ പേരാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന്. അപ്പൊ ഇത്തരത്തില് 4 രീതിയിലൂടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഡാറ്റയെ. ഇനി അടുത്ത ഒരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ടേബിൾ? ഒരു ടേബിളിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? 8 പോയിന്റ്സ് നിങ്ങൾ അതിൽ ഓർത്തു വെക്കണം. ആ 8 മാർക്കും കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അതിൽ ഒന്നാമത്തെ പാർട്ടാണേത്? ദാറ്റ് ഈസ് ടേബിൾ നമ്പർ. എല്ലാ ടേബിളിനും എന്തുണ്ടായിരിക്കും? ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത് ടൈറ്റിൽ.
That is the description of the content of the table എന്നാണ്. ആ ടേബിളിന്റെ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഈ ടൈറ്റിലിൽ പറയുന്നത്. മൂന്നാമത്തത് ഹെഡ് നോട്ട്. ഹെഡ് നോട്ട് അതെന്താ സൂചിപ്പിക്കുന്നത്? അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ടൈറ്റിൽ. ഈ ടൈറ്റിലിനെ സംബന്ധിച്ചിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നതാണ് ഹെഡ് നോട്ട്. നാലാമത്തത് സ്റ്റബ്. സ്റ്റബ് അത് റോ ഹെഡിങ് ആണ്. റോയുടെ അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിന്റെ ഹെഡിങ് ആണ് ഏത്? സ്റ്റബ് എന്ന് പറയുന്നത്. അത് എക്സ്ട്രീം ലെഫ്റ്റിലാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഈ അറ്റത്തായിട്ടാണ് സൂചിപ്പിക്കുക റോ ഹെഡിങ്. അടുത്തത് കോളം ഹെഡിങ് ആണ്. അതിന് ക്യാപ്ഷൻ എന്നാണ് പറയുന്നത്. ക്യാപ്ഷൻ കോളം ഹെഡിങ് ആണ്. അടുത്തത് ബോഡി ഓർ ഫീൽഡ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നാണ്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. ന്യൂമറിക്കൽ ഇൻഫർമേഷൻ സംഖ്യാപരമായിട്ട് ഡാറ്റ ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിളിന്റെ ഭാഗമാണ് ദാറ്റ് ഈസ് ദ ബോഡി ഓർ ഫീൽഡ് ഓഫ് ദ ടേബിൾ എന്ന്. അടുത്തത് ഫുട് നോട്ട് ആണ്. ഫുട് നോട്ട് അതെന്താണ്? ദാറ്റ് ഗിവിംഗ് ക്ലാരിഫിക്കേഷൻ ടു സം ഓഫ് ദ എൻട്രി ദാറ്റ് ഷോസ് ഇൻ ദ ടേബിൾ. ടേബിളിൽ കാണിച്ചിരിക്കുന്ന ചില എൻട്രികൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഫുട് നോട്ട് എന്ന്. എന്നാൽ സോഴ്സ് നോട്ട് എന്ന് പറയുന്ന അവസാന ഭാഗം ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇത്രയാണ് ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ടേബിൾ. ഇവിടെ ടേബിൾ നമ്പർ, ടൈറ്റിൽ, ഹെഡ് നോട്ട്, സ്റ്റബ്, ക്യാപ്ഷൻ, ബോഡി ഓഫ് ഫീൽഡ്, ഫുട് നോട്ട്, സോഴ്സ് നോട്ട്. ഇത് 4 മാർക്കിനായിട്ട് ചോദിക്കാം. അതായത് ഇടവിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ട് അതായത് ഫില്ല് ചെയ്യാനായിട്ട്. ഇപ്പോ ടൈറ്റിൽ തന്നു, ഹെഡ് നോട്ട് തന്നില്ല, ക്യാപ്ഷൻ തന്നില്ല, ഫുട് നോട്ട് തന്നില്ല. അങ്ങനെ ഇടവിട്ടായിട്ട് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നുള്ളത്. ഇനി അടുത്ത ടോപ്പിക് ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് എന്ന്. വിവിധ തരത്തിലുള്ള ഡയഗ്രംസ് ഏതൊക്കെയാണ് എന്ന്. ഈ ഡയഗ്രംസിനെ നമ്മൾ 3 കാറ്റഗറി ആക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് ജോമെട്രിക് ഡയഗ്രംസ്, രണ്ടാമത്തത് ഫ്രീക്വൻസി ഡയഗ്രംസ്, മൂന്നാമത്തത് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്സ്. ഇങ്ങനെയാണ് 3 കാറ്റഗറി ഡയഗ്രംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജോമെട്രിക് ഡയഗ്രംസ് ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രംസ് ഉണ്ട്, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ഉണ്ട്. അതില് ജോമെട്രിക് ഡയഗ്രംസ് ആണ് ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും. ജോമെട്രിക് ഡയഗ്രംസ് ആണ് ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും. ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സിമ്പിൾ ബാർ ഡയഗ്രം ഉണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ഉണ്ട്, കമ്പോണന്റ് ബാർ ഡയഗ്രം ഉണ്ട്, പെർസെന്റേജ് ബാർ ഡയഗ്രം ഉണ്ട്. ഇതൊക്കെയാണ് സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, കമ്പോണന്റ് ബാർ ഡയഗ്രം, പെർസെന്റേജ് ബാർ ഡയഗ്രം. എന്നാൽ ഫ്രീക്വൻസി ഡയഗ്രം, പൈ ഡയഗ്രത്തിന് വേറെ കാറ്റഗറി ഇല്ല. ഫ്രീക്വൻസി ഡയഗ്രംസിനെ നമ്മൾ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒബ്ജക്ട്സ് ഇങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. ഫ്രീക്വൻസി ഡയഗ്രംസ് ആണ് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒബ്ജക്ട്സ്. ഇനി അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫിനും കാറ്റഗറി തിരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ആകെയുള്ള ഡയഗ്രംസ് ഉള്ളത്. ഡയഗ്രംസ് ഏതൊക്കെയാണെന്ന് ഓർമ്മ വേണം. ജോമെട്രിക് ഡയഗ്രംസ് ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രംസ് ഉണ്ട്, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്സ്. ഇനി ഇത് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഈ ഡയഗ്രംസ് വരയ്ക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. അപ്പൊ നമ്മള് ബാർ ഡയഗ്രംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബാർ ഡയഗ്രംസ് അതൊരു ജോമെട്രിക് ഡയഗ്രം ആണ്. ബാർ ഡയഗ്രംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റെക്ടാങ്കുലർ ഷേപ്പിലാണ്, ഈക്വൽ വിഡ്ത്ത് ആണ് ഉണ്ടാവുക. ഈക്വൽ വിഡ്ത്ത് ഉള്ള റെക്ടാങ്കുലർ ഷേപ്പുള്ള ഡയഗ്രംസ് ആണ് ബാർ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഈ ബാർ ഡയഗ്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത് കാണിച്ചിരിക്കുന്നത് അതിന്റെ നിയർ ഫോർ അറ്റൻഷൻ ആണ്. ഒരു ശ്രദ്ധയ്ക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നതിന് മാത്രമാണ് അതിന്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഓൺലി ദ ലെങ്ത് ഓഫ് ദ ബാർ ഈസ് കൺസിഡേർഡ് എന്നാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? ലെങ്ത് ഓഫ് ദ ബാർ ആണ്. അപ്പം
ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നു. കൺട്രി ഉണ്ട്, അതുപോലെ ബർത്ത് റേറ്റും ഉണ്ട്. ഒരു പ്രത്യേക സമയത്തുള്ള ബർത്ത് റേറ്റ് പല രാജ്യങ്ങളിലുള്ള കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയില് 30, ശ്രീലങ്കയില് 33, ചൈന 40, UK 20. ഇത് നമ്മൾ ബാർ ഡയഗ്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ XY ആക്സിസുകളാണ് കൊടുത്തിരിക്കുന്നത്. X ആക്സിസില് നമ്മൾ ആ കൺട്രികളുടേതും അതേപോലെ Y ആക്സിസില് ബർത്ത് റേറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ബർത്ത് റേറ്റും ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് Y ആക്സിസിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് റെക്ടാങ്കിൾസ് വരച്ച് യോജിപ്പിക്കുന്നതാണ് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം. ഓൺലി വൺ വേരിയബിൾ ഈസ് കൺസിഡർഡ് ഇൻ സിമ്പിൾ ബാർ ഡയഗ്രാം. ഒരൊറ്റ കാര്യം കണ്ടോ, ഇവിടെ ബർത്ത് റേറ്റ്, ഈ രാജ്യത്തിന്റെ ബർത്ത് റേറ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓരോ രാജ്യത്തിന്റെയും ബർത്ത് റേറ്റ് മാത്രം, മറ്റൊരു ഫിഗറും ഇവിടെ സൂചിപ്പിക്കാനേ പാടില്ല. അതാണ് ഒരു വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രാം ആണ്. വൺ ഡയമെൻഷൻ ബാർ ഡയഗ്രാം ആണ് ഇത്. അത്രയാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള ബാർ ഡയഗ്രത്തിനെ പറ്റി ഓർത്തു വെക്കേണ്ടത്. രണ്ടാമത്തത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. ഈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം വേരിയബിൾസിനെ നമുക്ക് അവിടെ കാണിക്കാനുണ്ടാവും. ഇവിടെ കണ്ടോ, സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് പോലുള്ള പല കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കാനുണ്ടാവും. അപ്പൊ ഒരു വർഷത്തിൽ തന്നെ 2007 എന്ന് പറഞ്ഞ വർഷത്തിൽ തന്നെ സെയിൽസ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. 2008 ഉണ്ട് അതേപോലെ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. 2009 സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇത് 3 വർഷങ്ങളിലെയും ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും നെറ്റ് പ്രോഫിറ്റും കൂടെ കാണിക്കുന്നതാണ് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ. അപ്പൊ അവിടെ എന്തൊക്കെയാ ചെയ്തെന്ന് നോക്ക്. നമ്മൾ നേരത്തെ വരച്ച മാതിരി X, Y ലൈൻസ് വരച്ചു. അതില് 20 വിഡ്ത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു വർഷത്തിൽ അത് കാണിക്കാൻ 3 ബാർസ് ആണ് കാണിച്ചിട്ടുള്ളത്. സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. 2008 അതേപോലെ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. കണ്ടോ, 2009 ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇത് 3ഉം വ്യത്യസ്തമായിട്ട് ഒരേ ബാറിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഒരു കമ്പോണന്റ് ബാർ ഡയഗ്രാം ആണ്. ഈ കമ്പോണന്റ് ബാർ ഡയഗ്രത്തില് ദ ഗിവൺ ഫിനോമിന ഈസ് അഗൈൻ സബ്ഡിവൈഡഡ് കമ്പോണന്റ് സബ്ഡിവിഷൻ ആണ്. ഘടക ബാർ ആരേഖം എന്നാണ്. ഓരോ ഘടകങ്ങളാക്കി മാറ്റി സബ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ഫോർ ഐഡന്റിഫിക്കേഷൻ വി ഹാവ് ടു ഗിവ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓർ കളേഴ്സ് എന്നാണ്. പല ഷെയ്ഡുകളോ കളറുകളോ കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ പാകത്തിലാക്കാം. അപ്പൊ അതിൻ്റെ ഒരു സഫിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമേഴ്സ് ആണ്, ആർട്സ് ആണ്, സയൻസ് ആണ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ബാർ ഡയഗ്രമും ഈ കോമ്പണന്റ് ബാർ ഡയഗ്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കോമ്പണന്റ് ബാർ ഡയഗ്രത്തിൽ ടോട്ടൽ എന്ന ഒരു കോളം ഉണ്ടായിരിക്കും. എന്നാൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ എന്തില്ല, ടോട്ടൽ എന്നുള്ള കോളം ഇല്ല. ടോട്ടൽ എന്ന കോളം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ടോട്ടൽ അളവ് എഴുതിയിട്ട് അതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പോണന്റ് ബാർ ഡയഗ്രം ആണ്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ എന്തില്ല, ഇതുപോലെ ടോട്ടൽ ഐഡന്റിഫൈ ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ബാർ ഡയഗ്രാം ആണ് പെർസെന്റേജ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. പെർസെന്റേജ് ബാർ ഡയഗ്രാം എന്താണ്? ഈ ബാർ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ബാറുകളുടെയും ഹൈറ്റ് 100-ലായിരിക്കും, 100-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഒരു പെർസെന്റേജ് ബാർ ഡയഗ്രാം നിർമ്മിക്കുന്നത്. ജോമെട്രിക് ഡയഗ്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. പൈ ഡയഗ്രാം ഒരു കമ്പോണന്റ് ബാർ ഡയഗ്രാം പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ വരയ്ക്കുന്നത് അത് വൃത്താകൃതിയിലാണ്, അല്ലെ? ഒരു സർക്കിൾ ആയിട്ടാണ് നമ്മൾ അതിനെ വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന ഡാറ്റനെ എന്താക്കുകയാണ് ചെയ്യുന്നത്, പല പെർസെന്റേജ് ബ്രേക്ക് ഡൗൺസ് ആയിട്ടാണ് അതിനെ പല ഭാഗങ്ങളായിട്ട് മാറ്റുന്നു എന്നാണ്.
എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ തന്നിരിക്കുന്ന വേരിയബിൾസിനെ ആദ്യം എന്താക്കണം, പെർസെന്റേജിലേക്ക് മാറ്റണം. ഒരു പക്ഷേ തന്നിരിക്കുന്നത് പെർസെന്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന വേരിയബിൾസിനെ നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റണം. അത് കാണാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡാറ്റ ബൈ ആ ഡാറ്റകളുടെ കംപ്ലീറ്റ് ടോട്ടൽ എത്രയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നു ഇൻടു 100 അങ്ങനെ കാണണം. തന്നിരിക്കുന്ന ഡാറ്റ ബൈ ടോട്ടൽ ഇൻടു 100 എന്ന് കണ്ടാൽ അതിന്റെ പെർസെന്റേജസ് ആകും. പെർസെന്റേജസ് ആയിരിക്കും പലപ്പോഴും തരിക. പെർസെന്റേജസ് തന്നു കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിനെ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം എന്നാണ്. തന്നിരിക്കുന്ന പെർസെന്റേജിനെ ഓരോന്നിനെയും 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കതിന്റെ ആംഗിൾ അളവ് എത്രയാണെന്ന് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ളത് ആംഗിൾ അളവുകൾ എത്രയാണ് കിട്ടിയതിനെ ഒരു സർക്കിൾ രൂപത്തിൽ നമ്മൾ പ്രൊട്രാക്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതൊരു പൈ ഡയഗ്രാം ആയിട്ട് വരുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐറ്റംസ് സിമന്റ്, സ്റ്റീൽ, ബ്രിക്സ്, ടിമ്പർ, ലേബർ, മിസലേനിയസ് എന്നിങ്ങനെ. എക്സ്പെൻഡിച്ചേഴ്സ് 20%, 18%, 10%, 15%, 25% ആൻഡ് 12%. അപ്പൊ തന്നിരിക്കുന്ന അളവുകൾ ഓൾറെഡി തന്നെ എന്താണ്, പെർസെന്റേജിലാണ്. അപ്പൊ അതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, സിമന്റ് അവിടെ 20% ആയതുകൊണ്ട് 20 ഇൻറ്റു 3.6 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 72. സ്റ്റീൽ ആണെങ്കിൽ 18 ഇൻറ്റു 3.6 64.8. ബ്രിക്സ് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്തു, 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ടോട്ടൽ വാല്യൂ എത്ര കിട്ടും, 360 കിട്ടണം. അതാണ് അതിന്റെ കറക്റ്റ് വാല്യൂ. 360 ടോട്ടൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കതിനെ സർക്കിളിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ സർക്കിൾ ആക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ഏതാണ്ട് അതിന്റെ റൈറ്റ് ടോപ്പിലായിട്ടാണ് വരയ്ക്കുക, ഏറ്റവും കൂടിയ വാല്യൂ. അപ്പൊ ഈ തന്നതില് 90 ആണ് ഏറ്റവും കൂടിയ വാല്യൂ വരുന്നത്. അതിന്റെ റൈറ്റ് ടോപ്പിലാണ് സാധാരണയായിട്ട് വരയ്ക്കേണ്ടത്. ഇനി അങ്ങനെയല്ല വരച്ചതെന്ന് വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. സർക്കിളിൽ പിന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ സർക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന വിധത്തിലേക്ക് വരും. ഇതാണ് പൈ ഡയഗ്രാം. അടുത്ത നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി ഡയഗ്രാംസിനെ പറ്റിയിട്ടാണ്. എന്താ ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്ന് പറഞ്ഞാല് ആവൃത്തി ആരേഖങ്ങൾ എന്നാണ്. അപ്പോ എന്താ പ്രത്യേകത അതിന്? ഇവിടെ 2 ഡയമെൻഷണൽ ഡയഗ്രാംസ് ആണ്. നേരത്തെ നമ്മൾ 1 ഡയമെൻഷണൽ ഡയഗ്രാംസിനെ പറ്റിയിട്ടാ പഠിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഏതാണ്? 2 ഡയമെൻഷണൽ ഡയഗ്രാംസ് ആണ്. At the same time length and width is considered എന്നാണ്. ഒരേ സമയം അതിന്റെ ലെങ്ത്തും വിഡ്ത്തും, ബാസിന്റെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ കണക്കാക്കണം, നീളവും വീതിയും കണക്കാക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പം ഇത് വരയ്ക്കുന്ന സമയത്ത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യേകം നോക്കി, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റെക്ടാങ്കിൾസ് വിത്ത് ക്ലാസ് ഇന്റർവൽ ആസ് ബേസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ക്ലാസ് ഇന്റർവൽ ആണ്. ക്ലാസ് ഇന്റർവൽ 0 to 1000, 1000 to 2000, 2000, 3000, 3000 to 4000, 4000 to 5000 and 5000 to 6000. ഇത്ര വരെയാണ് വേരിയബിൾസ് നമ്മൾ കൊടുക്കുന്നത്. ആ വേരിയബിൾസ് ആണ് ഏതായിട്ട് കൊടുക്കുന്നത്, അതിന്റെ ബേസ് ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫ്രീക്വൻസീസ് അതിന്റെ എന്തായിട്ടും ഹൈറ്റ് ആയിട്ടും കൊടുക്കുന്നു. ബാറുകളുടെ ഹൈറ്റ് ആണ് ഫ്രീക്വൻസീസ്. എന്നിട്ട് ഓരോ ക്ലാസ് ഇന്റർവെല്ലിലും കണ്ടോ 0 to 1000 കണക്റ്റഡ് ആണ്. അതിനെ വൈ ആക്സിസിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മളോട് വരച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓരോ ബാസുകളും എങ്ങനെയാണ്, ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പരം തൊട്ടുകൊണ്ടാണ് വരയ്ക്കുന്നത്. അതാണ് ഹിസ്റ്റോഗ്രാമിന്റെ പ്രത്യേകത. ഇതിൽ നിന്ന് തന്നെ ഞാൻ ഫ്രീക്വൻസി പോളിഗൺ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തില് പരസ്പരം തൊട്ടുകൊണ്ടുള്ള റെക്ടാങ്കിൾസ് തന്നെയാണ്. ക്ലാസ് ഇന്റർവെൽസ് നമുക്ക് ബേസ് ആയിട്ട് എഴുതാം, ഫ്രീക്വൻസീസ് അതിന്റെ ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പക്ഷെ അത് 2 രീതിയിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നാമത്തെ രീതി ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചാണ്. ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഹിസ്റ്റോഗ്രാമിന്റെയും മുകളറ്റത്തിന്റെ മധ്യബിന്ദുക്കളെ ഇവിടെ ഈ മുകളറ്റത്തിന്റെ മധ്യബിന്ദുക്കളെ ഒരു
ലൈൻ ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് കേട്ടോ. സ്കെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്നാണ്. പോളിഗൺ വളയാതെ വരയ്ക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. ഇതൊരു ഫ്രീക്വൻസി പോളിഗൺ ആണ്. എന്നാൽ ഫ്രീക്വൻസി പോളിഗൺ അല്ലാതെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നമുക്ക് എന്ത് കാണാം? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ക്ലാസസ് അല്ല. ക്ലാസസിന് പകരം ഇവിടെ മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ വരിക? 0നും 1000നും ഇടയിൽ 500. ഇവിടെ എന്താ വരിക? നേരം 1500. ഇവിടെയോ 2500, 3500, 4500, 5500. ഇതാണ് അതിന്റെ മിഡ് പോയിന്റ്സ്. അപ്പൊ ഈ മിഡ് പോയിന്റ്സിനെ മാത്രം യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഫ്രീക്വൻസി പോളിഗൺ തന്നെ കിട്ടും. ഇങ്ങനെയാ വരിക അന്നേരം, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ. ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നു. ഈ വരയ്ക്കുന്ന സമയത്ത് എന്തിനാ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്? അതിന്റെ മുകളറ്റത്തിന് മിഡ് വാല്യൂസ് മാത്രമാണ് എടുത്തത്. 500 എന്നുള്ള ഒരു മിഡ് വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. അടുത്തത് 1500 എന്നുള്ളത്, അടുത്തത് 2500 എന്നുള്ളത്. ഈ പോയിന്റ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ്. ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം എന്നത്. അപ്പൊ ഹിസ്റ്റോഗ്രാം വരച്ചിട്ടും ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊന്നാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. അതും ഇതിനോട് കണക്റ്റഡ് ആണ്. ഇത് വരയ്ക്കുന്നത് പോലെ തന്നെയൊക്കെയാണ് വരയ്ക്കുന്നത്, ഫ്രീക്വൻസി കർവ്. പക്ഷെ എന്താ വ്യത്യാസം എന്നറിയാം? ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. അപ്പൊ നേരെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പക്ഷെ അതൊരു കർവിന്റെ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ വളഞ്ഞു പോകുന്നതാണെങ്കിൽ ഇവിടെ ഒരു ഇങ്ങനെയുണ്ടാവും. ഈ ഏറ്റവും ടോപ്പ് സൈഡിൽ ഇങ്ങനെ വളഞ്ഞായിട്ട് വന്നിരിക്കും. ഇതൊരു കർവാണ്, ഫ്രീക്വൻസി കർവ്. സെയിം ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഹിസ്റ്റോഗ്രാം വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ആ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമുക്ക് മുകളറ്റത്തിന്റെ മധ്യബിന്ദുക്കളെ പോയിന്റ് വെച്ച് യോജിപ്പിക്കുക. അത് വരയ്ക്കുന്നതിലുള്ള ചെറിയൊരു വ്യത്യാസം. ഒരു കർവി ലൈൻ ആണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്, മറ്റേതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ കേട്ടോ. ഇത് രണ്ടാണ് ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫ്രീക്വൻസി ഡയഗ്രാംസിൽ വരുന്ന നാലാമത്തെ വിഭാഗമാണ് ഒജീവ്സ്. ഒജീവ്സ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് എന്നാണ്. ഈ കർവ്സ് നമ്മൾ പറഞ്ഞു 2 ഡയമെൻഷനിലാണ്. അതിൽ ഫ്രീക്വൻസി ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. ഇപ്പൊ ക്ലാസ് എന്ന് പറയുമ്പം ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. അതേപോലെ ഫ്രീക്വൻസീസിന്റെ ഐറ്റംസ് ഉണ്ടാവും. ഒജീവ്സ് വരയ്ക്കുന്ന സമയത്ത് ക്യുമുലേറ്റ് ചെയ്യുന്നു ഫ്രീക്വൻസി. സീരീസ് 2 ടൈപ്സിലാണ് ക്യുമുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ലെസ് ദാൻ മെത്തേഡിലൂടെയും രണ്ടാമത്തത് മോർ ദാൻ മെത്തേഡിലൂടെയും. അപ്പൊ ലെസ് ദാൻ മെത്തേഡ് ആണെങ്കിൽ ഈ ഒരു ഡാറ്റയെ നമ്മൾ ഒജീവ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ലെസ് ദാൻ ആണെങ്കിൽ പേര് മാത്രമേ ലെസ് ദാൻ എന്നുള്ളൂ. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? അപ്പർ ലിമിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അപ്പർ ലിമിറ്റ്. അതേപോലെ ഫ്രീക്വൻസി 1 by 1 ഇങ്ങനെ ഏഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇവിടെ 6 plus 5 11, 11 plus 33 44, 44 plus 14 58, 58 plus 6 64. അപ്പൊ ഫ്രീക്വൻസിനെ ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയാണ്
ലെസ് ദാൻ മെത്തേഡ്. എന്നാൽ മാർക്സ് നോക്ക്, അപ്പർ ലിമിറ്റ് ആണ് വേണ്ടത്, ലെസ് ദാൻ 200. ഇതാണ് ഇതിന്റെ അപ്പർ ലിമിറ്റ്. ഇതൊക്കെ അപ്പർ ലിമിറ്റ്. അപ്പൊ ലെസ് ദാൻ 200, ലെസ് ദാൻ 400, ലെസ് ദാൻ 600, ലെസ് ദാൻ 800 ആൻഡ് ലെസ് ദാൻ 1000. ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ഈ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമ്മൾ ലെസ് ദാൻ മെത്തേഡ് വഴി ഇങ്ങനെ എഴുതി വെക്കുക. അതേപോലെ തന്നെ മോർ ദാൻ മെത്തേഡിലും ഇത് എഴുതേണ്ടതുണ്ട്. ഈ ഡാറ്റനെ മോർ ദാൻ മെത്തേഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആവശ്യം അതിന്റെ ലോവർ ലിമിറ്റ് ആണ്. മാർക്സിന്റെ ലോവർ ലിമിറ്റ് മാത്രമേ മോർ ദാൻ മെത്തേഡിൽ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മോർ ദാൻ 0, മോർ ദാൻ 200, മോർ ദാൻ 400, മോർ ദാൻ 600, മോർ ദാൻ 800, അങ്ങനെ മോർ ദാൻ വാല്യൂസ് ചേർക്കുന്നു. മോർ ദാനിൽ മാർക്സിന്റെ ഏത് വാല്യൂ ആണുള്ളത്? ലോവർ ലിമിറ്റ് വാല്യൂ ആണുള്ളത്. ഇനി ഫ്രീക്വൻസി എന്താ ചെയ്തത് നോക്കൂ. ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി മോർ ദാൻ 0 ടോട്ടൽ ഫ്രീക്വൻസി എഴുതണം. എല്ലാ കുട്ടികളും 0-നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയതാണ് അല്ലെ? അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ 64 സ്റ്റുഡൻസ് ആണ് മോർ ദാൻ 0 കിട്ടിയത്. എന്നാൽ മോർ ദാൻ 200 കിട്ടിയത് എത്ര ആൾക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 58 ആയി. എങ്ങനെയാ 58 ആയത്? അതിൽ നിന്ന് 6 കുറച്ചതാണ്. 64ന്റെ അകത്തുനിന്ന് 0 മുതൽ 200 വരെയുള്ള 6 നമ്പർ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 58 കിട്ടിയത്. അപ്പം മോർ ദാൻ മെത്തേഡില് ലോവർ ലിമിറ്റും വേണം, സബ്സ്ട്രാക്ട് ചെയ്ത ഫ്രീക്വൻസി ആണ് വേണ്ടത്. അപ്പൊ അടുത്തത് നോക്ക്. മോർ ദാൻ മെത്തേഡില് മോർ ദാൻ 400 ആവുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്കുള്ളതൊന്നും കൂട്ടില്ല. അതായത് 200 കൂട്ടില്ല, 0 വരെയുള്ള ആ നമ്പേഴ്സ് ഒന്നും നമ്മൾ കൂട്ടൂല. അപ്പൊ 64 മൈനസ് 6 പ്ലസ് 5 ആണ് 11. അപ്പൊ എത്ര കിട്ടി? 53. 53 മൈനസ് 33 ഈക്വൽ 20. 20 മൈനസ് 14 ഈസ് ഈക്വൽ ടു 6. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ലാസ്റ്റ് നമ്പർ അവിടെ തന്നെ ഉണ്ടാവും. 6 എന്ന് പറയുന്നത് അത് മോർ ദാൻ ആണ്. മോർ ദാൻ 800 ആണ്. മോർ ദാൻ 800. 800നും 1000നും ഇടയിൽ 6 നമ്പർ ആണുള്ളത്. ആ 6 നമ്പർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? OGS വരയ്ക്കാനായിട്ട്. ഇനി ഈ OGS എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. OGS വരയ്ക്കുന്നതിന് നമ്മൾ ലെസ് ദാൻ മെത്തേഡിലും വേണം, അതേപോലെ തന്നെ മോർ ദാൻ മെത്തേഡിലും വേണം. ലെസ് ദാൻ മെത്തേഡിലാണെങ്കിൽ നമുക്കറിയാം അതിന്റെ അപ്പർ ലിമിറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ എക്സ് ആക്സിസില് ക്ലാസസിനെ അറേഞ്ച് ചെയ്ത് വെച്ചു, വൈ ആക്സിസില് ഫ്രീക്വൻസീസും വെച്ചു. ഇനി ഓരോ ക്ലാസ് ഇന്റർവെല്ലും എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ 200 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആണ് ലെസ് ദാൻ മെത്തേഡിൽ ആദ്യത്തത്. ലെസ് ദാൻ 200 ആണ്. എത്രയാണ്? 6. ലെസ് ദാൻ 400. അപ്പൊ ഈ 6 നമ്പർ പ്ലസ് 5 ആണ്. രണ്ടും കൂടി ചേർത്താൽ 11 കിട്ടി. അങ്ങനെ ഓരോന്നും കൂട്ടിയിട്ട് എഴുതിയിട്ടാണ് ലെസ് ദാൻ മെത്തേഡ് പ്രകാരം കാണുന്നത്. എന്നാൽ മോർ ദാൻ മെത്തേഡിൽ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയോ? മോർ ദാൻ മെത്തേഡ് അവിടെ നമുക്ക് ഫ്രീക്വൻസി എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. കൂടാണ്ട് അപ്പർ ലിമിറ്റിന് പകരം എന്താ വേണ്ടത്? ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് വേണം. അപ്പൊ ലോവർ ലിമിറ്റ് 0. 0 കണ്ടോ? ഈ 0യിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ലോവർ ലിമിറ്റ്. അപ്പൊ 0 ആകുന്ന സമയത്ത് മോർ ദാൻ 0 എത്ര ഉണ്ട്? 64 ഡാറ്റാസ് ഉണ്ട്. മോർ ദാൻ 0 64 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി അതിനുശേഷം എന്താ? മോർ ദാൻ 200 ആകുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കുറയുന്നു, 58 ആയിട്ട് മാറി. ഇനി മോർ ദാൻ 400 ആണെങ്കിൽ അത് എത്രയായി? 53 ആയി മാറി. അങ്ങനെ കുറഞ്ഞു വരുന്നു. അങ്ങനെ എത്ര എത്തുന്നു എന്നറിയോ? മോർ ദാൻ 800 ആകുമ്പോൾ 6 ആയിട്ട് മാറുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ രണ്ട് ഗ്രാഫുകളും കൂടെ ഒരു ഫിഗറിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. ലെസ് ദാൻ മെത്തേഡ് അനുസരിച്ചിട്ടുള്ള ലെസ് ദാൻ ഒച്ചീവും
അതുപോലെ മോർ ദാൻ മെത്തേഡ് അനുസരിച്ചുള്ള മോർ ദാൻ അച്ചീവും കാണിച്ചു. ഇത് രണ്ടും കൂടെ ഒന്നിൽ കാണിച്ചത് കൊണ്ട് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മോഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ രണ്ട് ഒബ്ജക്ട്സും കൂടി വരച്ചിട്ടാണ്. അപ്പം ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ നിന്ന് ഇവിടേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? ഇവിടെ നമുക്ക് മോഡിനെ സൂചിപ്പിക്കാം. മോഡ്, ഇതാണ് മോഡ്. അപ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് കൂടുതൽ ഉപകാരമാകും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഇനി തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.